ഒരുത്തനൊരു കള്ളൻ അവന് കയറി വന്നിട്ട് 2019 കക്ക് 2025 കക്ക് അവന് തോന്നുമ്പോൾ ഊരി കൊണ്ടുപോകാനും തോന്നുമ്പോൾ ഫിറ്റ് ചെയ്യാനും അവന്റെ കുടുംബത്തെ സ്വത്തൊന്നല്ലല്ലോ അത്. ഋഷിഉല്ലാസ് ബാബു, ദേവസ്വം ബോർഡിനെ കേട്ടിട്ടില്ല, പക്ഷെ ദേവസ്വം ബോർഡിനെ കുറിച്ച് വളരെ ഗുരുതരമായ പരാമർശങ്ങൾ ഹൈക്കോടതിയുടെ ആവർത്തിച്ചുള്ള ഉത്തരവുകളിൽ ഉണ്ടാവുന്നുണ്ട്. അവിടെ കേട്ടിട്ടില്ല എന്ന CPM-ന്റെ പോയിന്റ് കുറെയെങ്കിലും ഒക്കെ വാലിഡാണ്. പക്ഷേ കോടതി രേഖകളെല്ലാം പരിശോധിച്ചിട്ടുണ്ട്. രേഖകൾ പരിശോധിക്കുമ്പോൾ ഏറ്റവും ഒടുവിൽ മിനിറ്റ്സ് ആണ് പരിശോധിച്ചത്. മിനിറ്റ്സും മറ്റ് രേഖകളും ഒക്കെ പരിശോധിക്കുമ്പോൾ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ചില ഒമിഷൻസ് ഉണ്ട്, ചില എൻട്രികളില്ല. ഈ ദ്വാരപാലക ശില്പം കൊടുത്തു വിട്ടതിനെ കുറിച്ച് പോലും എൻട്രി മിനിറ്റ്സിൽ ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യമൊക്കെ വളരെ വളരെ ഗുരുതരമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇത് കോടതിയുടെ ഭാവന എന്നുള്ള നിലയിൽ തള്ളാൻ കഴിയുമോ? അല്ല, അനിൽകുമാറിനെ സംബന്ധിച്ചിടത്തോളം അതുക്കപ്പുറത്ത് വേറെ ഒന്നും അദ്ദേഹത്തിന് പറയാൻ സാധിക്കില്ല. കാരണം അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെയും അദ്ദേഹത്തിൻ്റെ സർക്കാരുടെയും കൈകൾ ശുദ്ധമല്ല എന്നും അദ്ദേഹത്തിൻ്റെ സർക്കാർ കാവലായി നിൽക്കേണ്ട സ്ഥലത്ത് കള്ളനായി നിന്നു എന്നുള്ളത് യാഥാർത്ഥ്യ ബോധ്യം പൊതുസമൂഹത്തിനുണ്ട്. അനിൽകുമാറിന് ന്യായീകരിക്കാം, അദ്ദേഹത്തിന് വേറെ എന്ത് ചെയ്യാൻ പറ്റിയ കസാരയിൽ ഇരുന്നിട്ട് ന്യായീകരിച്ചിരിക്കുക എന്നല്ലാതെ വേറൊരു മാർഗ്ഗമൊന്നുമില്ല. അതങ്ങനെ തന്നെ ഇരിക്കാൻ സാധ്യമാവുള്ളൂ. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അദ്ദേഹം പറഞ്ഞ ഞങ്ങൾക്ക് ദേവസ്വം ബോർഡിനെ കേൾക്കില്ല, എന്തിനു കേൾക്കണം? ആ കള്ളന്മാരെന്തിനു കേൾക്കേണ്ട കാര്യമുള്ളൂ? 2019 2025 ഇയറും വർഷമൊക്കെ അങ്ങോട്ട് വിടുക അഭിലാഷേ, വളരെ കൃത്യമല്ലേ? ഇവർ ആ ഡോർ അഴിക്കുന്ന സമയത്ത്, ആ വാതിൽ അഴിക്കുന്ന സമയത്ത് അത് പൂതലിച്ചിട്ടുണ്ടായിരുന്ന, അതിനകത്ത് പൊട്ടലുണ്ടായിരുന്ന, അതിനകത്ത് മുൻ പാർട്ടി പൂശിയിട്ടുള്ള സ്വർണത്തിൻ്റെ കളറ് പോയിട്ടുണ്ടായിരുന്നോ? അതിനകത്ത് കരിമ്പന പിടിച്ചിട്ടുണ്ടായിരുന്നോ? പണ്ടത്തെ പോലെ നമ്മൾ മുണ്ടുമിയൊക്കെ വരുന്ന പോലെ കരിമ്പന പിടിച്ചിട്ടുണ്ടായിരുന്നു. ഇവർ എന്ത് അടിസ്ഥാനത്തിൽ അത് മാറ്റാൻ തീരുമാനിച്ച് പോട്ടെ, മാറ്റിയതിന് ശേഷം എൻ്റെ കയ്യിൽ കുറേ സ്വർണ്ണം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ സമയത്ത് എന്താ അവർ വേണ്ട നടപടി എടുക്കാഞ്ഞ്? അത് എന്തുകൊണ്ട് ഇവന് കയ്യിലുണ്ടായിരുന്നു എന്നുള്ള തീരുമാനത്തിന് വെച്ച് കൃത്യമായിട്ടുള്ള ബോധ്യം ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവരെന്താ കൈകാര്യം ചെയ്യാഞ്ഞ്? അത് കഴിഞ്ഞു. അതിങ്ങനെ നാട് ചുറ്റാനായിട്ട്, ഉലകം ചുറ്റാനായിട്ട് കൊണ്ടുകൊടുക്കാൻ ഇവർക്ക് എന്താ അധികാരം? അത് കൃത്യമായിട്ട് അവിടെ തന്നെ ചെയ്യണമെന്നും അവിടെ തന്നെയാണ് ചെയ്യേണ്ടത് എന്നും കൃത്യമായിട്ടുള്ള ബോധ്യം ഉണ്ടായിരിക്കും. അതിനെക്കുറിച്ച് വിവരം വിദ്യാഭ്യാസം ഇല്ലാത്തവനല്ലല്ലോ വാസു എന്ന് പറയപ്പെടുന്ന കമ്മീഷണറായിട്ടിരുന്ന വ്യക്തി. അപ്പോൾ അയാൾക്ക് അതിനെക്കുറിച്ച് ബോധ്യം ഉണ്ടായിരുന്നില്ലേ? അത് കഴിഞ്ഞിട്ട് ശേഷം വന്ന പത്മകുമാറിന് ബോധ്യം ഉണ്ടായിരുന്നില്ല, അതിന് ശേഷം വന്നിട്ടുള്ള പ്രശാന്തിന് ബോധ്യം ഉണ്ടായിരുന്നില്ല ഇതൊക്കെ ഇവിടെ നടക്കുന്നുണ്ടെന്നുള്ളത്. പിന്നെ ഇവർക്കൊക്കെ ഇതൊക്കെ നടക്കുന്ന സമയത്ത് ഇവർ കണ്ണടച്ചിരിക്കുക. ഇവർ കണ്ണടച്ചിരുന്നിട്ട് ഇവർക്കൊക്കെ ഇരുട്ടാ. അത് കഴിഞ്ഞപ്പോൾ കണ്ണ് തുറന്നിട്ട് പറയാം ഞങ്ങളെ കേട്ടില്ല, നിങ്ങളെ കേൾക്കണ്ടെന്നേ. നിങ്ങളെ കേൾക്കാണ്ട തന്നെ നിങ്ങൾ ചെയ്തിട്ടുള്ള സകലവിധ കള്ളത്തരങ്ങളും കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നീതിപീഠം അതിന് ഒരു തീരുമാനമെടുക്കുന്നു. നീതിപീഠം അതിന് വേണ്ട കാര്യങ്ങൾ എടുക്കുന്നു. നിങ്ങൾക്ക് അത്ര വലിയ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറ, അല്ലയോ നീതിപീഠമേ ഞങ്ങളെ കൂടി കേൾക്കണമേ, ഞങ്ങളെ കേൾക്കാണ്ട് എടുക്കുന്ന ഒരു തീരുമാനത്തെയും സർക്കാർ അംഗീകരിക്കില്ലമ്മേ എന്ന് പറഞ്ഞിട്ട് നിങ്ങളൊരു കത്തെഴുതി കൊടുത്ത നീതിപീഠം എന്താ ചെയ്യാന്ന് നമുക്ക് നോക്കാമല്ലോ. പിന്നെ പറഞ്ഞത് ഓർഡർ എഴുതുന്ന ആൾക്ക് അത് എഴുതിയാൽ മാത്രം മതിയെന്ന്. അത് അദ്ദേഹത്തിന് പോലും ബാധകമല്ലെന്ന് ആരാ പറയുന്നത്? അഡ്വക്കേറ്റ് അനിൽകുമാർ. ഓർഡർ എഴുതിയ കാര്യത്തിന് അത് അദ്ദേഹത്തിന് പോലും ബാധകമല്ല, അതുകൊണ്ടൊന്നും കാര്യം ശരിയാവില്ല എന്ന് പറയാൻ നിങ്ങൾക്ക് എന്ത് അധികാരം സാർ? അത് എഴുതുന്ന ആൾക്ക് കൃത്യമായ ബോധ്യവും ഉണ്ടാവും, എഴുതുന്ന ആൾ അത് എഴുതിയിട്ടുണ്ടെങ്കിൽ അത് നടപ്പിലാക്കാനുള്ള കാര്യവും കൃത്യമായിട്ട് ബോധ്യം ഉണ്ടാവും. അതൊന്നും നിങ്ങളെ കൊണ്ട് തടയാൻ പറ്റില്ല സാറേ. രണ്ടാമത്തെ കാര്യം, ഈ ശബരിമല വിഷയത്തിലെ സ്വർണം ഗ്രാം കണക്കിന് അതിൻ്റെ വിലയല്ലല്ലോ അഭിലാഷേ. ഓരോ ഗ്രാമിൻ്റെ വിലയായിട്ട് നമ്മളതിനെ കാണണ്ട. 2000 ഗ്രാമായാലും 400 ഗ്രാമായാലും 500 ഗ്രാമായാലും 30 കിലോ ആയാലും 20 കിലോ ആയാലും 12 കിലോ ആയാലും അതിൻ്റെ എല്ലാ അതിൻ്റെ വാല്യൂ എന്ന് പറയപ്പെടുന്നത് ശബരിമല ശ്രീകോവിലിൻ്റെ വാതിലും ശ്രീകോവിലിൻ്റെ പാളികകളും ധാരുവാള ശില്പങ്ങളും കൊടിമരത്തിൻ്റെ ആലിലകളും ഒക്കെ ഈ കള്ളന് ഇങ്ങനെ തോന്നും പോലെ ഒരുത്തനെ ഞാൻ അഭിലക്ഷം വളരെ നാടൻ ഭാഷയിൽ ചോദിക്കുക, ഒരുത്തനൊരു കള്ളൻ അവന് കയറി വന്നിട്ട് 2019 കക്ക് 2025 കക്ക് അവന് തോന്നുമ്പോൾ ഊരി കൊണ്ടുപോകാനും തോന്നുമ്പോൾ ഫിറ്റ് ചെയ്യാനും അവൻ്റെ കുടുംബത്തെ സ്വത്തൊന്നല്ലല്ലോ അത്. എന്താ ഇവരുടെ ദേവസ്വം ബോർഡ് എന്തിട്ടിരിക്കുകയായിരുന്നു? ഇവരുടെ കാവൽക്കാർ എന്തിനിരിക്കുകയായിരുന്നു? ഇവർക്ക് അതൊന്നും ചോദിക്കാൻ നേരം ഉണ്ടായില്ലേ? ഇവർക്കൊന്നും അന്വേഷിക്കാൻ നേരം ഉണ്ടായില്ലേ? ഇവർക്ക് ഈ കൈകാര്യങ്ങളൊക്കെ നടന്നു പോകുന്ന സമയത്ത്, ഈ കള്ളത്തരങ്ങൾ നടപ്പിലാക്കുന്ന സമയത്ത്, അവൻ ഇമെയിൽ വഴിക്ക് സൂത്രകെട്ടുണ്ടാക്കുന്ന സമയത്ത്, അവ അതിന് വേണ്ടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത്, അതിന് വേണ്ടുന്ന വിളനിലം ഒരുക്കുന്ന സമയത്ത് ഈ കള്ളന്മാരൊന്നും അറിയാണ്ട് ഒരുത്തൻ കയറി വന്നിട്ട് ഇതൊക്കെ അഴിച്ചുകൊണ്ട് പോയിട്ട് അവൻ്റെ ഇഷ്ടത്തിന് കൊണ്ട് നടന്ന് ഊരിറ്റി അവന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് ഈ കൈകാര്യം ചെയ്യുന്ന സമയത്ത് ഈ വിദ്യാസുരന്മാർ, ഈ കൊഞ്ഞാണന്മാർ ഇവിടെ മിണ്ടാണ്ടിരിക്കുകയായിരുന്നു എന്ന് നമുക്ക് കേട്ടാൽ അവരറിയാണ്ടിരിക്കുകയായിരുന്നു എന്ന് അഭിലാഷിന് വിശ്വസിക്കാൻ പറ്റും, എനിക്ക് വിശ്വസിക്കാൻ പറ്റും, ഭക്തർക്ക് വിശ്വസിക്കാൻ പറ്റുമോ? അനിൽകുമാറിന് ന്യായീകരിക്കാമോ? അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വവും ബോധ്യവും അത് തന്നെയാണ്. കാരണം അദ്ദേഹത്തിന് അത് ചെയ്തേ പറ്റും. അവിടെ പാർട്ടി CPM ആണ്, അതാണ് ഭരിക്കുന്നത്. ആ വർഗമാണ് ഇപ്പുറത്ത് നിൽക്കുന്നത്. അവർക്കാണ് ഈ അഭ്യാസങ്ങളൊക്കെ മുഴുവൻ കൂട്ടുനിന്നിട്ടുള്ളത്. പിന്നെ ദേവസ്വം മന്ത്രിമാരെന്ന് പറയപ്പെടുന്നതേ, ആ മന്ത്രിമാർ അത് കടകംപള്ളി ആയിക്കോട്ടെ, രാധാകൃഷ്ണൻ ആയിക്കോട്ടെ, അതിനുശേഷം വന്ന വാസവൻ ആയിക്കോട്ടെ, അതൊക്കെ മുമ്പുണ്ടായിരുന്ന ആളുകളായിക്കോട്ടെ, ദേവസ്വം മന്ത്രിമാരുടെ കീഴിൽ വരുന്ന ദേവസ്വം ബോർഡുകൾ, ആ ദേവസ്വം ബോർഡിന്റെ കീഴിൽ വരുന്ന ക്ഷേത്രങ്ങൾ, ആ ക്ഷേത്രങ്ങളുടെ കാര്യങ്ങൾ നിശ്ചയിക്കുന്ന സമയത്ത് ബോർഡ് തീരുമാനം
തീരുമാനമെടുക്കാതെ ഉദ്യോഗസ്ഥർ ടൈപ്പ് ചെയ്യില്ല. നിങ്ങൾ ആരും മനസ്സിലാക്കിക്കോ. ബോർഡ് തീരുമാനമെടുക്കാതെ ഉദ്യോഗസ്ഥർ ടൈപ്പ് ചെയ്യില്ല. ആ ടൈപ്പ് ചെയ്യൽ മിസ്റ്റേക്ക് വന്നിട്ടുള്ള ഒന്നല്ലത്. എന്ത് ലാഘവത്തോടു കൂടിയാണ് സാർ അങ്ങോട്ട് കലക്കണത്. അത് ഉദ്യോഗസ്ഥന്മാർക്ക് തെറ്റുപറ്റിയതാകാം, ഉദ്യോഗസ്ഥന്മാർക്ക് തെറ്റുപറ്റിയതല്ല സാർ. അത് കൃത്യമായിട്ട് ബോർഡ് എടുത്ത തീരുമാനം, ആ തീരുമാനത്തിന്റെ ഉദ്യോഗസ്ഥന്മാർ ടൈപ്പ് ചെയ്ത് കൊടുത്തു. ആ ടൈപ്പ് ചെയ്ത കടലാസും വെച്ചിട്ട് പോയി ഊരിക്കൊണ്ടുപോയിട്ട് അവൻ ഉലകം ചുറ്റിയിട്ട് അതിന്റെ ഗ്രാമിന്റെ വിലയല്ല നിങ്ങൾ കാണേണ്ടത്. ആ ചൈതന്യത്തിന്റെ വാല്യൂ പറ്റാത്ത വാല്യൂ ആണ്. ആ വാല്യൂവിനെ കൊണ്ട് വിറ്റിട്ട് ആ വിറ്റത് കോടതി കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തിയിട്ട് കോടതി അതിന്റെ അന്വേഷണത്തിന്റെ തീരുമാനം എടുത്ത് അത് കൃത്യമായി അന്വേഷിക്കുന്ന സമയത്ത് ഇവർക്ക് ഇങ്ങനെ വരകാൻ കിട്ടുന്നില്ല. അതിന്റെ ഉള്ളിൽ പോയിട്ട് ഇവർക്ക് ഇങ്ങനെ കടലാസ് എഴുതിയിട്ട് നുണക്കഥകൾ പിടിപ്പിച്ചിട്ട് കഥകൾ എഴുതി കൊടുക്കാൻ അവർക്ക് പറ്റില്ല കേട്ടോ അനിൽകുമാറെ. അത് കൃത്യമായിട്ട് ചെയ്യേണ്ട രീതിയിൽ, ചെയ്യേണ്ട വിധത്തിൽ, ചെയ്യേണ്ട രീതിയിൽ തന്നെ കൃത്യമായി ചെയ്യും. ആ ചെയ്യുന്ന സമയത്തെ അതിനെ ന്യായീകരിച്ച് നിങ്ങൾക്ക് ഇരിക്കാം. വേറൊന്നും ആവില്ല.